ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതുവും അതുപോലെ ഗോവിന്ദനും കൂടെ അറക്കൽ തറവാട്ടിൽ വന്ന് കയറിയതും ഗീതു രാധികാമ്മയ്ക്ക് ഓരോ പണി കൊടുത്തോണ്ടിരിക്കുക. പക്ഷെ അത് രാധികാമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്, കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല. പാവം കാഞ്ചനെ മുൻനിർത്തിക്കൊണ്ടാണ് ഗീതു കളിക്കുന്നത്. അങ്ങനെ രാധികയുടെ മുന്നിൽ വെച്ച് തന്നെ ഫോൺ എടുത്ത് നമ്മുടെ മേഡത്തിനെ അങ്ങ് വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും രേഖയ്ക്കും അതുപോലെ കുഞ്ഞു പെങ്ങൾക്കും സംസാരിക്കണമെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ കാഞ്ചന പറഞ്ഞു, അയ്യോ അവർക്ക് മാത്രമല്ല എനിക്ക് സംസാരിക്കണമെന്ന്. കാഞ്ചനെ എന്നും പറഞ്ഞു അവിടെ നിന്നിങ്ങനെ നമ്മുടെ രാധിക അന്നേരം കാഞ്ചനെ പേടിപ്പിക്കുക. ഈ അവിടെ നിന്ന് കാഞ്ചനയുടെ അടുത്ത് അവരുടെ കളി വല്ലതും നടക്കുക. അങ്ങനെ അവരിത് സംസാരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് അവരവരെ പരിചയപ്പെടുത്തുന്നു. എല്ലാവരും എനിക്ക് അറിയാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ അവിടെ സംസാരിക്കുവാണ്. അതൊക്കെ കേട്ട് രാധികയുടെ നെഞ്ചിങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പേടിയാണ് പുള്ളിക്കാരിക്ക് ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരെയും എത്രയോ വർഷങ്ങളായിട്ട് അറിയാമെന്ന് ആ മേഡം ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും അറിയാമെന്നോ? എങ്ങനെ? ഏജിയൻ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഗോവിന്ദ് മാധവനെയും ഗോവിന്ദിന് പിന്തുണയായി നിൽക്കുന്ന രാധിക മാധവനെയും ആരാ അറിയാത്തതെന്ന് ചോദിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ രാധികാമ്മ ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുന്ന ഇവരോട് വല്ലതൊക്കെ പറയുമെന്ന് ഓർത്ത്. എൻ്റെ മേഖല സംഗീതമാണെങ്കിലും കേരളത്തിലെ പ്രമുഖരെയൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാം. അപ്പം അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പം ഓരോരുത്തരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗീത പതുക്കെ ഇങ്ങോട്ടങ്ങ് മാറി. അതേ, രാധികമ്മ ഭയങ്കര കലിപ്പിലായിട്ടോ എല്ലാം കൂടെ കേട്ടിട്ടെന്ന് ഗീതു പറഞ്ഞപ്പം, ഓ രാധിക അടുത്തുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഉണ്ട്, എല്ലാം കേട്ടെടുത്ത് നിൽപ്പുണ്ട്. അതെ, ഞാൻ കൊടുക്കട്ടെ? കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ രാധികയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. അപ്പോൾ മേഡത്തിന് സംസാരിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഗീതുവിനെ തുറച്ചൊരു നോട്ടം. സംസാരിക്കാമേ, സംസാരിക്കുക എന്ന് പറഞ്ഞത് നിർബന്ധിച്ച് കൊടുക്കുന്നു. പ്രശസ്തിയായ പാട്ടുകാരി അമ്മയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അമ്മ ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണോ വേണ്ടത്? ഫേമസ് പാട്ടുകാരുമായി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് നല്ലതല്ലേ മാമി എന്ന് ചോദിച്ചു നമ്മുടെ കാഞ്ചനയുടെ വക ചോദ്യവും കൂടി. എന്നിട്ട് ഇത് ഇഷ്ടമില്ലാതെ അത് വാങ്ങിച്ചിട്ടിങ്ങനെ ഹലോ രാധിക അറിയുമോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഓർമ്മയുണ്ടോ എന്നും ഞാൻ ചോദിക്കുന്നില്ലെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് രാധിക ഇങ്ങനെ പകച്ചു നിൽക്കുക. രാധികയ്ക്ക് അറിയാം പണി പാലും വെള്ളത്തിൽ വരാൻ പോവുകയാണെന്ന്. എന്നിട്ട് രാധിക പതുക്കെ ഫോൺ എടുത്ത് പതുക്കെ അങ്ങോട്ടേക്ക് അങ്ങ് മാറി. ഈ നുണകളൊക്കെ നീ എത്ര നാൾ ഇങ്ങനെ കെട്ടിപ്പൊക്കി വെക്കും എന്ന് ചോദിച്ചപ്പോൾ നീ എന്തിനാ ഞങ്ങളുടെ ഫാമിലിയിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നതെന്ന് ചോദിച്ചു ഈ രാധിക. എനിക്ക് ആവശ്യമായതുകൊണ്ടാണെന്ന് അവർ പറയുകയും ചെയ്തു. അന്ന് ഞാനേ ദുർബലയായിരുന്നു, എതിർക്കാനുള്ള ശക്തി എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞാൻ ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് തമ്മിൽ നേരിട്ടൊന്ന് കാണണ്ടേ എന്ന് ചോദിച്ചു. അപ്പോഴും രാധികയ്ക്കൊന്നും പറയാനില്ല. നീ എൻ്റെ മുന്നിലേക്ക് വന്നാൽ വരേണ്ടിയിരുന്നില്ല എന്ന് നിനക്ക് തോന്നുന്ന സമയമാണ് വരുന്നത്. മടങ്ങിപ്പോക്കുണ്ടാവില്ല നിനക്ക്. അതൊക്കെ പഴങ്കഥയല്ലേ രാധികെ? നിന്നെ നേരിടാനുള്ള ആയുധമേ ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. കാലം ഇപ്പോൾ എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട്. എനിക്ക് ഈ വിജയലക്ഷ്മിക്ക് നിനക്കെതിരെ പ്രയോഗിക്കാൻ ഒരായുധം അത് കിട്ടിക്കഴിഞ്ഞു. അതാണ് ഗീതു എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇവർ തമ്മിൽ പറയുക. അങ്ങനെ ഇവരുടെ ഫ്ലാഷ് ബാക്ക് ഇവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഒരു കഥയും പറയുന്നു. നിന്റെ ആ ഒരു ആയുധം ഒടിച്ചു മടക്കി പാഴ്സലാക്കി എത്രയും പെട്ടെന്ന് അയച്ചു തരാം ഞാനെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണ് രാധികയെ. അവളെ ഇപ്പോൾ ഒറ്റയ്ക്കല്ല, അറിയോ നിനക്ക്? ഒപ്പം ഞാനും ഉണ്ട്. അവളെ ഒന്ന് നുള്ളി നോവിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലെന്നും പറഞ്ഞ് നീ ചെവിയിൽ നുള്ളിക്കോളാനും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു നമ്മുടെ വിജയലക്ഷ്മി മാം. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് രാധിക അതിനെപ്പറ്റി ആലോചിക്കുക, ഈ രാധികയോട് പറഞ്ഞതിനെ പറ്റി. അപ്പോൾ ഈ ഒരു സംസാരം അവിടെ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അവരെല്ലാവരും കൂടെ ഗീതുവിനോട് പ്രശസ്ത ഗായികയെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയായിരിക്കുമെന്ന്. ഇത് എത്ര സിമ്പിളാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെ നേരിട്ട് കാണുമ്പോൾ അതിലും പാവാ. കാരണം എൻ്റെ അനുഭവമാണ് ഞാനീ പറയണേ. ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്ന് കരുതിയ ചിലരെയൊക്കെ നേരിട്ട് കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ നമുക്ക് തോന്നില്ലേ? എനിക്ക് ആ ഫീലായിരുന്നു. ഞാൻ അങ്ങനെ ആഗ്രഹിച്ച ഒരാളാണ് വിജയലക്ഷ്മി മാം. എൻ്റെ മനസ്സ് കണ്ടതുപോലെ ഈശ്വരൻ എൻ്റെ മുന്നിലേക്ക് കൊണ്ടു തരികയായിരുന്നു. അത് സാധിച്ചു തന്നു. ഫോണുമായിട്ട് അമ്മ സംസാരിച്ചങ്ങ് പോയോ എന്ന് രേഖ ചോദിച്ചപ്പോൾ അവർ ഭയങ്കര അടുപ്പക്കാരല്ലേ, പല കാര്യങ്ങളും പറയാൻ കാണുമെന്ന് കാഞ്ചന അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ തട്ടി വിടുക കേട്ടോ. അങ്ങനെ ഇവരത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരിയാ, അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയാൻ കാണും എന്ന മനസ്സുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമ്പോഴേക്കും രാധിക അങ്ങോട്ടേക്ക് വന്നു. ഫോൺ വിളിച്ച് കഴിഞ്ഞു അമ്മയെന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ ആ ഫോൺ എടുത്ത് കയ്യിലേക്ക് അങ്ങ് വെച്ച് നീട്ടി അങ്ങ് കൊടുത്തു. പരിചയക്കാരിയായി വർത്തമാനം പറഞ്ഞിട്ട് മാമയുടെ മുഖത്തെന്താ ഒരു തെളിച്ചും ഇല്ലാത്തതെന്ന് കാഞ്ചന അന്നേരം ചോദിച്ചു.
ഇങ്ങനെ പല്ലു ഉറുമി പിടിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് രാധിക നേരം. വിജയലക്ഷ്മി മാമിനെ അമ്മയ്ക്ക് എങ്ങനെ പരിചയമെന്ന് രേഖ ചോദിച്ചപ്പോഴും രാധിക ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാട്ട് മുട്ടി ഇങ്ങനെ നിൽക്കുക. എന്തായാലും മേഡത്തിന് വളരെ നന്നായിട്ട് തന്നെ രാധികാമ്മയെ അറിയാം അല്ലേ? ഭയങ്കര മതിപ്പ് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എന്നും പറഞ്ഞ് ഗീത ഒരു തട്ടും കൂടെ അങ്ങ് തട്ടി. അന്ത വിജയലക്ഷ്മിയാണോ പ്രിയമോളുടെ ആ വളകാപ്പ് ചടങ്ങിന് വളകൾ കൊണ്ടു തന്നത്? അത് 10-25 വയസ്സുള്ള സ്ത്രീയാണെന്നല്ലേ അന്ന് ഷിബു നമ്മളോട് പറഞ്ഞതെന്ന് രേഖ നേരം ചോദിച്ചു. ഓ, അപ്പം എനിക്ക് കാര്യം മനസ്സിലായി. വിജയലക്ഷ്മി മാമിൻ്റെ മോളാകാം ചിലപ്പോൾ അന്ന് വന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ പറയുമ്പോൾ, കാഞ്ചനെ നീ ഇവിടെ നിന്ന് പോ. ഗോവിന്ദ് മാമൻ ആദ്യം കല്യാണം കഴിച്ചത് വിജയലക്ഷ്മി മേഡത്തിൻ്റെ മോളെയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ കാഞ്ചനയെന്നും പറഞ്ഞു കാഞ്ചനയുടെ ചെവിക്കല്ല് തീർത്തൊരു ഒറ്റ അടിയായിരുന്നു രാധിക. കാരണം രാധികയുടെ പിടിവിട്ട് നിൽക്കുക, ഭ്രാന്ത് കയറി നിൽക്കുക. ഇത് എന്തിനാ എന്നെ തല്ലിയത് എന്ന് കാഞ്ചന ചോദിച്ചപ്പം ഇത് അക്കയെ തല്ലിയതല്ലെന്ന് പറഞ്ഞു ഗീതു. എന്നാൽ കുഴപ്പമില്ല, വേറെ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ച് തല്ലിയതാണെങ്കിലും ഞാൻ എന്തിനാ കരയുന്നതെന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ കാഞ്ചന കരഞ്ഞുകൊണ്ട് പാവം അകത്തേക്ക് കയറി പോയേ. കണ്ണേട്ടൻ രാത്രി മുഴുവൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം കിടന്നിട്ട് വരാം എന്നും പറഞ്ഞ് നമ്മുടെ ഗീതു അങ്ങ് പോയപ്പോൾ ഇതെന്താ വിളിക്കൊരു മാറ്റം എന്ന് ചോദിച്ചു പ്രിയ. അതെ, രാധികാമ്മയുടെ സ്വന്തം കണ്ണനല്ലേ എൻ്റെ ഈ 2ാം വരവിലെ. ഇന്നു മുതൽ അദ്ദേഹം എനിക്ക് കണ്ണേട്ടനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അങ്ങ് തകർത്ത് വാരുമല്ലേ. അങ്ങനെ രാധികയുടെ മുന്നിൽ വെച്ച് കുറേ ശൃംഗാര വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു അകത്തേക്ക് കയറിപ്പോയി. ഇതൊക്കെ കണ്ട് രാധിക തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി. രാധിക അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അല്ല, ഗീതു ചേച്ചിയുടെ വിളിയൊക്കെ ശ്രദ്ധിച്ചില്ലേന്ന് ചോദിച്ചപ്പം അതാ നല്ല വിളിയല്ലേ, ആ വിളി ഇനി ഗീതു അങ്ങോട്ട് എടുത്തോട്ടെ എന്ന് രേഖ നേരം പറഞ്ഞു. ദേ, ഞാൻ എന്തായാലും ഗോവിന്ദ് മാമാന്നേ വിളിക്കൂ, കണ്ണൻ ഗോവിന്ദ് മാമാന്ന് വിളിക്കും എന്നും പറഞ്ഞ് കാഞ്ചന പറഞ്ഞപ്പോൾ എങ്കിലേ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ വെച്ചിരിക്കുന്ന അടിയേ ഇനിയും കാഞ്ചനയ്ക്ക് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ കാഞ്ചനെ ഇങ്ങനെ കളിയാക്കി. എന്നിട്ട് അവരിതും പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കും. അപ്പോഴേക്കും കവിളും പൊത്തിപ്പിടിച്ച് കാഞ്ചന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഓടിയേ. അത് കഴിഞ്ഞപ്പോൾ ഈ രാധിക പോയ ഗീതുവിൻ്റെ പിന്നാലെ ചെന്നിട്ട് എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു. ഉദ്ദേശമോ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലല്ലോ. നിന്നെ എനിക്ക് അറിയില്ലാത്തതല്ലല്ലോ. ദേ, ഞാൻ നേരെ റൂമിലേക്ക് പോകുന്നു, നന്നായിട്ടൊന്ന് കുളിക്കുന്നു, എന്നിട്ട് കണ്ണേട്ടൻ്റെ കൂടെ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം 4 പാടും നോക്കിയിട്ട് എന്ന് മുതൽ കടി അവൻ നിനക്ക് കണ്ണേട്ടനായതെന്ന് ചോദിച്ചു. കണ്ണനെന്ന വിളി എനിക്ക് മാത്രം അവകാശപ്പെട്ട വിളിയാണെന്ന് പറയുമ്പം അയ്യോ, അപ്പം അമ്മ ഇതൊന്നും അറിഞ്ഞില്ലേ? അങ്ങനെ പറ. ബാംഗ്ലൂരിൽ വെച്ച് ഇങ്ങനെ വിളിക്കാനുള്ള പേറ്റന്റ് കണ്ണേട്ടനെ എനിക്ക് തന്നായിരുന്നു. അമ്മ അറിയാതെ കഷ്ടമായിട്ടോ. ഇനിയിപ്പോൾ കണ്ണാന്ന് അമ്മയ്ക്ക് വിളിക്കണമെങ്കിലും എന്നോട് ചോദിക്കാതെ വിളിയൊന്നും നടക്കത്തില്ല കേട്ടോ. നിന്റെ മയക്കുവിദ്യയൊന്നും ഇനി അവൻ്റെ അടുത്ത് ഏൽക്കില്ലടി. നീ അതൊന്നും വിചാരിച്ചിരിക്കേ വേണ്ട. നിന്റെ ഈ നാടകമൊക്കെ നീ നിർത്തിക്കോളാൻ പറഞ്ഞു. ഇത്രയും കാലം കണ്ണായെന്നും വിളിച്ച് വാത്സല്യം നടിച്ച് നിങ്ങൾ നടത്തിയ നാടകത്തിനൊപ്പമൊന്നും വരില്ല എൻ്റെ ഈ ആട്ടം. നിങ്ങൾ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു. ഇതുവരെ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ നിങ്ങൾ വിളിച്ചിരുന്ന കണ്ണ എന്നുള്ള വിളിപ്പേര് കുറച്ചുകൂടി സ്നേഹം പുരട്ടി കണ്ണേട്ടാ എന്ന് ഞാൻ വിളിക്കും. മനസ്സിലായോ എന്ന് ചോദിച്ചു. സിൻസിയറായ ആ ഒരു വിളി കണ്ണേട്ടനങ്ങ് കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പം ആ പേര് വിളിക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയും ഇല്ല എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ചതിക്കുന്ന നിങ്ങൾക്ക് വിളിക്കാമെങ്കിൽ സ്നേഹത്തോടെ താലി കെട്ടി എനിക്ക് അന്തസ്സായിട്ട് വിളിക്കാം. അങ്ങനെ രാധികയുടെ ഓരോരോ അവകാശങ്ങൾ ഇങ്ങനെ നമ്മുടെ ഗീതു തട്ടിയെടുത്തുകൊണ്ടിരിക്കുക. അതൊക്കെ നിന്റെ നാടകമല്ലേ എന്ന് ചോദിച്ചപ്പം ആ നാടകം ഇനി ജീവിതമാക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്താ, അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ. അപ്പോൾ ഒരു സിനിമ പേര് പോലെ ഞാൻ എന്നെന്നും കണ്ണേട്ടൻ്റെതാകും കേട്ടോ. കൊള്ളാലോ, സൂപ്പറല്ലേ? എന്നെന്നും കണ്ണേട്ടൻ്റെ. അമ്മയ്ക്ക് ഒരു കലാബോധം ഇല്ലല്ലോ അമ്മേ, കഷ്ടം. അല്ലെങ്കിലും ചതിയും വഞ്ചനയും മാത്രം ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവർക്കേ എങ്ങനെ കലാവാസന ഉണ്ടാവാനാ? ഞാൻ ആരെയാടി ചതിച്ചത്? സ്വന്തം മോനെ പോലെയാണ് കരുതുന്നതെന്ന് നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നോക്കുന്ന ഗോവിന്ദേട്ടനെയാണ് നിങ്ങൾ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ണനെ എങ്ങനെ ചതിച്ചെന്നാടി നീ പറയുന്നത്? അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇവിടെ നിന്ന് പോയത് അല്ലേന്ന് ചോദിച്ചു. ഇനി അധികം വൈകാതെ നിങ്ങളുടെ ചതിയെക്കുറിച്ചും കണ്ണേട്ടൻ മനസ്സിലാക്കിക്കോളും. നിങ്ങളതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട കേട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ പറഞ്ഞു. ഇല്ലെങ്കിലേ നിങ്ങളുടെ യഥാർത്ഥ മുഖം ഞാൻ കണ്ണേട്ടന് വ്യക്തമാക്കി കൊടുക്കുമെന്നും ഗീതു അങ്ങ് പറഞ്ഞു. ഇതൊക്കെ കേട്ട് രാധിക പേടിച്ച് നിൽക്കുമ്പം നീ പറയുന്നതൊന്നും അവൻ വിശ്വസിക്കില്ലടി. ഭർത്താവിൽ തൃപ്തി വരാതെ കാമുകനെ തേടിപ്പോയ പെണ്ണല്ലേ നീ എന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിനതങ്ങ് കൊണ്ടു.
കാരണം രാധിക അത്രയ്ക്ക് കയറി പറയുന്ന ഗീതുവും വിചാരിച്ചില്ല. അങ്ങനെ നീ എന്ന് പറയുന്നവള് കാമുകന്റെ കൂടെ പോയി അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നവളല്ലേ. കെട്ടിയ താലി അഴിക്കാതെ വേറൊരുത്തൻ്റെ ഒപ്പം കഴിഞ്ഞിട്ട് വന്ന നിനക്ക് കണ്ണൻ്റെ മുന്നിൽ പോയി നിൽക്കാനുള്ള എന്ത് യോഗ്യതയാടി ഉള്ളത് എന്ന് ഈ രാധിക ഗീതുവിനോട് ചോദിച്ചു. ഗീതു നേരം കരഞ്ഞു കേട്ടോ. ഞാനും ഗോവിന്ദ് സാറും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് അത് എന്നിങ്ങനെ പറഞ്ഞപ്പം എന്താ ഗോവിന്ദ് സാറോ? എന്താടി കണ്ണേട്ടനൊക്കെ അങ്ങ് ഒലിച്ചു പോയോടി? എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിന്നിട്ട് ഇത്രേ ഉള്ളടി നീ, ഇത്രയേ ഉള്ളൂ. ഇനി എത്ര ജന്മം എടുത്താലും അവനെ നിന്റെ കണ്ണേട്ടനാക്കാൻ കഴിയില്ലടി, നടക്കില്ലടി എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഗീതുവിനെ വെല്ലുവിളിക്കുക. അവൻ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ലടി എന്നും പറഞ്ഞു. പിന്നെ ഈ സംഭവങ്ങളെല്ലാം മറ്റാരും അറിയുന്നില്ല. പിന്നെ അവരെല്ലാവരും അറിയും. ആ അറിയുന്നത് ഒറ്റ പ്രാവശ്യം ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞാൽ മതി. അത് ഭയങ്കരമായിട്ടുള്ള വിഷയമായിരിക്കും. ഭർത്താവിനെ ചതിച്ചിട്ട് കാമുകനൊപ്പം പോയ പിഴച്ച പെണ്ണെന്നുള്ള പേരായിരിക്കും നിനക്ക് ലഭിക്കാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് രാധിക ഗീതുവിനെ ഭീഷണിപ്പെടുത്തുക. ഇത് കേട്ടപ്പോൾ ഗീതു തകർന്നിങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും തൽക്കാലത്തേക്ക് ഗീതുവിനെ തകർക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഗീതു തകർന്നിട്ടില്ല, തളർന്നിട്ടില്ല. രാധികയ്ക്ക് വെറും തോന്നലാണ് ഗീതുവിനെ തളർത്താൻ പറ്റിയെന്നുള്ളത്. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളുമൊക്കെ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഗീതു നേരെ മുറിയിലേക്ക് ചെന്നു. ഗീതു മുറിയിലേക്ക് ചെന്നപ്പോൾ ഗോവിന്ദ് അവിടെ ഫ്രഷായി ഇങ്ങനെ നിൽക്കുന്നു. കയറി ചെന്നതും ഗീതു ഇങ്ങനെ ഗോവിന്ദനെ തന്നെ നോക്കി നിൽക്കുന്നു. ഗോവിന്ദൻ ഗീതുവിനെ തന്നെ നോക്കി നിൽക്കുന്നു. അപ്പോൾ എന്താണ് നിന്റെ തീരുമാനമെന്ന് ചോദിച്ചു. അല്ല, എനിക്ക് കിടക്കണം. ഗോവിന്ദ് സാറ് കിടന്നു. അതെ, കിടക്കാൻ തന്നെ എൻ്റെ തീരുമാനം. പക്ഷെ കിടക്കുന്നതിന് മുൻപ് എനിക്ക് 4 എണ്ണം നിന്നോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോഴും ഗീതു ഇങ്ങനെയൊന്നും മിണ്ടാതെ നിൽക്കുക. നീ എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അമ്മയെ വിധവയെന്ന് വിളിച്ചത്? ഞാനെപ്പോഴാണ് അമ്മയെ വിളിച്ചത്? ഞാൻ വിളിച്ചോ? എല്ലാം ക്ഷമിച്ച് നിന്നെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാനായിട്ട് വന്നപ്പോൾ നീ എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ അവരെ വിളിച്ചിട്ടില്ല. നീ അല്ലെങ്കിൽ പിന്നെ നിന്റെ ഒരടി വിളിച്ചതെന്ന് ചോദിച്ചു. ഗോവിന്ദൻ ദേഷ്യപ്പെട്ടു. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നും പറഞ്ഞു. അതെ, വിധവ എന്ന വാക്യം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് പറഞ്ഞത് കാഞ്ചനയാ. പക്ഷെ നീ പറഞ്ഞതിൻ്റെ അർത്ഥവും അത് തന്നെയല്ലേ. മംഗളകരമായ ചടങ്ങുകളൊന്നും അമ്മ ചെയ്യാൻ പാടില്ലെന്ന് നീയല്ലേ ഉദ്ദേശിച്ചത്. അതിൻ്റെ പിറകെ കാഞ്ചനയും ചെയ്തു. ശരി, ആ പഴയ എൻ്റെ തലക്കിരുന്നോട്ടെ. പക്ഷേ ആ വാക്ക് എങ്ങനെ അധിക്ഷേപമാകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം നീ കൂടുതൽ അന്യായമൊന്നും പറയണ്ട. എൻ്റെ അമ്മയെ അപമാനിച്ചതിന് ഇപ്പം തന്നെ നീ പോയി മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പം ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാപ്പ് പറയുമെന്ന് ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. കാരണം അതിൻ്റെ ആവശ്യവും ഇല്ല. നീ നിന്റെ മനസാക്ഷി തൊട്ട് പറയടി. അമ്മയെ ആക്ഷേപിക്കാൻ വേണ്ടി തന്നെയല്ലേ നീ ആ മൊമെൻറ്റിൽ ആ വിഷയം എടുത്തിട്ടത് അല്ലേ? അല്ല, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് പോലുമില്ല. ആ വാക്ക് ഒരിക്കലും ഒരു അപമാന വാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിനക്കൊന്നും തോന്നില്ലല്ലോ. അതെ, രാധികാമ്മയ്ക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പറഞ്ഞു നിൽക്കാനുള്ള നിൻ്റെ ആ ഒരു കഴിവുണ്ടല്ലോ, അതിലായിരുന്നു നീ എന്ത് ചെയ്തേനെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ, എന്നെ രാധികാമ്മ അപമാനിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ രാധികാമ്മ അതിനെന്നോട് മാപ്പ് പറയണം. എങ്ങനെ അപമാനിച്ചെന്ന്? എങ്ങനെ അമ്മ നിന്നെ അപമാനിച്ചത്? അത് പറയുമ്പോൾ ആൾക്കൂട്ടം ഇല്ലാതിരുന്നതുകൊണ്ട് സാക്ഷി പറയാൻ ആരുമില്ല. അമ്മ നിന്നോട് എന്താ പറഞ്ഞതെന്ന് അന്നേരം ഗോവിന്ദ് ചോദിച്ചു. അന്നേരം നമ്മുടെ ഗീതു ഒന്നൊന്നായിട്ട് അങ്ങ് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്കെല്ലാം അറിയാം. എന്നിട്ടും വളരെ വൃത്തികെട്ട രീതിയിൽ ഇതെന്നോട് പറയണമെങ്കിൽ അവരുടെ മനസ്സ് എത്ര ദുഷിച്ചതായിരിക്കുമെന്ന് ഗീതു ചോദിക്കാം. അത് കേട്ടപ്പോൾ രാധികാമ്മ ഒരിക്കലും അങ്ങനെ മോശമായിട്ട് സംസാരിക്കില്ലെന്ന് ഗോവിന്ദ് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞതാ. പക്ഷെ വിശ്വസിപ്പിക്കാൻ തെളിവോ സാക്ഷിയോ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ വാദം വിജയിക്കില്ലെന്ന് എനിക്കറിയാമെന്ന് ഗീതു അങ്ങ് ഗോവിന്ദനോട് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഫോൺ അങ്ങ് റിങ് ചെയ്തു. ഫോൺ റിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യുദ്ധം ചെയ്ത് അമ്മയെ തോൽപ്പിക്കാൻ പോകുന്നതിനിടയിൽ ഫോണൊക്കെ എടുക്കാൻ മറന്നോന്ന് ചോദിച്ചു ഗോവിന്ദ്. അതും പറഞ്ഞ് ഗോവിന്ദ് അങ്ങ് ഫോണും എടുത്തുകൊണ്ട് അങ്ങ് പോയി. ഗോവിന്ദ് അങ്ങ് പോയി കഴിഞ്ഞപ്പം വിളിച്ചത് ഗോവിന്ദൻ്റെ മറ്റേ ഫ്രണ്ടാണ്, അതായത് നമ്മുടെ കിഷോറിൻ്റെ ഭാര്യയുടെ അച്ഛൻ. അപ്പോൾ ഗോവിന്ദ്, നിങ്ങൾ വളരെ ടയേർഡാണെന്ന് എനിക്കറിയാം, പക്ഷേ എങ്കിലും ഞാനൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, അതുകൊണ്ടാട്ടോ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അങ്കിളിന് എന്നോട് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതിന് മുഖവുരയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഗീതു പിറകിൽ നിന്നതൊക്കെ കേൾക്കുക. എനിക്ക് ഗോവിന്ദൻ്റെ ഒരു സഹായം വേണം. എൻ്റെ മരുമകൻ്റെ പിടിപ്പ് കേടുകൊണ്ട് ഞങ്ങൾ ആകെ പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതെന്താ, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കാര്യങ്ങളെല്ലാം ഗോവിന്ദനോട് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഗോവിന്ദ് ആ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ
ഞാൻ അവനെ ഒരുപാട് വിശ്വസിച്ചു പോയി. പലതവണ അവൻ ഓരോന്ന് ഏൽപ്പിച്ചും കൊടുത്തു. ഒടുവിൽ അത് വലിയൊരു തിരിച്ചടിയായെന്ന് അദ്ദേഹം പറയാം. അപ്പോൾ പിന്നെ അദ്ദേഹം സഹായം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗീതു ഇതൊക്കെ അവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഗീതു ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗീതുവിന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പാവം ഗോവിന്ദനാണ് കാര്യങ്ങൾ അറിയാത്തത്. അപ്പോൾ എന്ത് സഹായമാണ് താങ്കൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പം സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് ആരോപിച്ച് അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ആ റെക്കോർഡുകളൊക്കെ കൊണ്ടുപോയി. എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ കമ്പനി തകരുമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അത് കേട്ടപ്പോൾ ഗോവിന്ദനും ഇങ്ങനെ വല്ലാതെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ സെറ്റിൽമെൻറ്റ് സ്റ്റൈലും മറ്റ് കാര്യങ്ങളെല്ലാം എനിക്കറിയാം. പിന്നെ അതിലൊക്കെ ഗോവിന്ദന് ഹോൾഡ് ഉണ്ടെന്നും എനിക്കറിയാം. അപ്പോൾ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളൊന്ന് രക്ഷിച്ചെടുക്കുമെന്നൊക്കെ ചോദിച്ചു. അയ്യോ, ഞാനിവിടെ അങ്കിളെ അത് പിന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അല്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ അവരോട് ഈ ഒരു കാര്യം പറയുമ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽപ്പുണ്ട്. കഥകളൊക്കെ അറിയാവുന്ന ഗീതു അതിനൊരു പക്ഷേ സമ്മതിച്ചൊന്നും വരില്ല. ഇനിയിപ്പോൾ അധികം താമസിയാതെ ഗോവിന്ദനും ഇവരും കിഷോറും തമ്മിലുള്ള ഒരു ബന്ധത്തെപ്പറ്റിയും ഉറപ്പായിട്ടും പറയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുണ്ട്. എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. തുടർന്നും എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്